ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഡിഫറൻസിയേഷൻ്റെ 6ാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുൻപത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് കണ്ട് പഠിക്കണം, എന്നിട്ട് വേണം ഈ ക്ലാസ് കാണാൻ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ഞാൻ പറഞ്ഞത് അടുത്ത ക്ലാസ്സിൽ പുതിയ മെത്തേഡ് തുടങ്ങാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അടുത്ത മെത്തേഡിലേക്ക് പോണേക്കാൾ മുൻപ് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടെ അറിയാനുണ്ട്. പിന്നെ നമുക്ക് ആദ്യം അത് പഠിക്കാം. അപ്പോൾ നോട്ട്ബുക്ക് എടുക്കുക, നോട്ട്സ് എഴുതണം. അടുത്ത നമ്പർ എഴുതണം. ഏതാ അടുത്ത നമ്പർ? ഏതാ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊടുത്ത നമ്പർ ആവും *7. അപ്പം ഇന്നത്തെ നമ്പറാണ് *8. നോട്ട് എഴുതിക്കോളോ. *8 ഹെഡിങ് എഴുതുക, നോട്ട്സ് ഹെഡിങ് എഴുതുക. ഇനി എന്താ പഠിക്കാൻ പോണേന്ന് കൂടെ കേട്ടോ. d/dx ഓഫ് sin x ഉം പിന്നെ d/dx ഓഫ് sin y ഉം തമ്മിൽ എന്താണ് വ്യത്യാസം? അതാണ് നമുക്കറിയേണ്ടത്. ആരൊക്കെയാ? d/dx ഓഫ് sin x ഉം d/dx ഓഫ് sin y ഉം തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്നറിയണം. അറിയോ എന്ത് വ്യത്യാസമുള്ളത്? ഒരാള് ബേസിക് ഫംഗ്ഷൻ ആണ്, മറ്റേ ആള് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ഞാനിവിടെ എഴുതാം. ഇയാളിവിടെ ബേസിക് ഫംഗ്ഷൻ ആണ്, പക്ഷേ ഇതിവിടെ ആരാ? കോമ്പോസിറ്റ്. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് എന്താണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിവിടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ഇതാണ് d/dx ഓഫ് sin x ലും d/dx ഓഫ് sin y ലുമുള്ള വ്യത്യാസം. ഇനി അതെങ്ങനെയാ മനസ്സിലാക്കാന്നും കൂടെ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ എഴുതാം. *8 ഒന്നാമത്തെ പോയിന്റ് ആണ്. while writing d/dx, ഒന്നുകൂടെ, while writing ആരെയാ? d/dx. അവിടെ x is the variable. while writing d/dx എന്ന് എഴുതുമ്പോൾ ആരാ അവിടുത്തെ വേരിയബിൾ? ആരാ? x ആണ് വേരിയബിൾ. അതായത് താഴെ ആരാണോ കിടക്കുന്നത് അയാളാണ് അവിടുത്തെ വേരിയബിൾ. ഇവിടെ താഴെ ആരാ? താഴെ x ആണ്. അതുകൊണ്ട് x ആണ് അവിടുത്തെ വേരിയബിൾ. ഇനി ഇത് രണ്ടും നോക്കുക. ഇത് മനസ്സിൽ വെച്ചിട്ട് ഇത് രണ്ടും നോക്കിക്കോളൂ. ഇവിടെ താഴെ ആരാ? x ആണ്. അപ്പൊ x ആണ് ഇവിടുത്തെ വേരിയബിൾ. ഇവിടെയും താഴെ ആരാണ്? x ആണ്. അപ്പൊ ഇവിടെയും x ആണ് ഇവിടത്തെയും വേരിയബിൾ. പക്ഷെ ഇവിടെ അകത്ത് ആരാ കിടക്കണേ നോക്കിയേ? അകത്ത് കിടക്കണത് y ആണ്. പക്ഷെ ഇവിടുത്തെ വേരിയബിൾ ആരായിരുന്നു? x ആയിരുന്നു. പക്ഷെ അകത്ത് കിടക്കണത് ആ x എന്ന ഇവിടുത്തെ വേരിയബിൾ ആണോ? അല്ല. അവിടെ അകത്ത് കിടക്കുന്നത് y എന്ന മറ്റൊരാളാണ്. അതിനർത്ഥം ഇവിടെ കിടക്കുന്ന ആള് ഇവിടുത്തെ വേരിയബിൾ അല്ല. ഇവിടെ കിടക്കുന്ന ആള് ഇവിടുത്തെ വേരിയബിൾ അല്ല. വേരിയബിൾ അല്ലെങ്കിൽ അത് ഫംഗ്ഷൻ ആയിരിക്കും. വേരിയബിൾ അല്ലെങ്കിൽ അത് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു ഔട്ട്സൈഡ് ഫംഗ്ഷൻ ഉണ്ട്, അത് sin. ഇൻസൈഡ് ഫംഗ്ഷൻ ഉണ്ട്, അതാണ് y. അപ്പൊ ഇവിടെ ഔട്ട്സൈഡ് ഫംഗ്ഷനും ഉണ്ട്, ഇൻസൈഡ് ഫംഗ്ഷനും ഉണ്ടെങ്കിൽ അതെന്താവും? അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്, അന്നേരം അത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആവും. ഓക്കെ, ഇനി ഇവിടേക്ക് നോക്കാം. ഇവിടെ താഴെ x ആണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ പോലെ താഴെ ആരാണോ
അയാളാണ് അവിടുത്തെ വേരിയബിൾ. ഇവിടെ താഴെ എക്സ് ആയതുകൊണ്ട് ഈ ചോദ്യത്തിലെ വേരിയബിൾ ആരാണ്? എക്സ് ആണ്. ഇവിടെയും ആ വേരിയബിൾ തന്നെയാണ്. ഇവിടെ പറഞ്ഞ ആ വേരിയബിൾ തന്നെയാണ് ഇവിടെ. അപ്പൊ ഇവിടെ അകത്തുള്ളത് വേരിയബിൾ ആണ്, അല്ലാതെ അവിടത്തെ പോലെ ഇവിടെ അകത്തുള്ളത് ഫങ്ഷൻ അല്ല. അതാണ് വ്യത്യാസം. അപ്പൊ ഇവിടെ അകത്തുള്ളത് ഇവിടത്തെ വേരിയബിളായ എക്സ് തന്നെയാണ്, അല്ലാതെ അവിടത്തെ പോലെ ഇവിടെ അകത്തുള്ളത് ആരല്ല? ഫങ്ഷൻ അല്ല. അപ്പൊ ഇവിടെ ഇൻസൈഡ് ഫങ്ഷൻ ഇല്ല. ഇൻസൈഡ് ഫങ്ഷൻ ഇല്ലെങ്കിൽ അത് കോമ്പോസിറ്റ് ഫങ്ഷൻ ആവില്ല. അപ്പൊ അതെന്ത് ഫങ്ഷൻ ആവും? ബേസിക് ഫങ്ഷൻ ആവും. ഇനി ബാക്കി നമുക്കറിയാം. d/dx ഓഫ് sin x എന്താ? cos x. ഓക്കെ, അങ്ങോട്ട് ഒന്നുകൂടെ പോവാം. ഒന്നുകൂടെ പഠിച്ചുറക്കട്ടെ. ഒന്നുകൂടെ പോവാം. എന്നിട്ട് അതെങ്ങനെയാ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇത് പലരും തെറ്റിക്കാറുണ്ട്. നിങ്ങൾക്ക് തെറ്റരുത്, അതിനാണ് ഇതിപ്പോൾ നമ്മൾ പഠിക്കണത്. ഒന്നുകൂടെ d/dx ഓഫ് sin y എന്ന് പറയുമ്പോൾ അവിടുത്തെ വേരിയബിൾ ആരാ? താഴെ കിടക്കണതാരാണോ അതാണ് വേരിയബിൾ. അതായത് d/dxല് താഴെ ആരാണോ കിടക്കണേ അതാണ് വേരിയബിൾ. അപ്പൊ ഇവിടുത്തെ വേരിയബിൾ ആരാ വരിക? എക്സ് ആണ് വരിക. പക്ഷെ ഇവിടെ അകത്ത് ആ വേരിയബിൾ ആയ എക്സ് ആണോ അകത്ത് കിടക്കണത്? അല്ല. അവിടെ എക്സ് അല്ല കിടക്കണത്, അവിടെ വേറൊരാളാണ്. അങ്ങനെ വേറൊരാളാണെങ്കിൽ അതിനർത്ഥം അത് വേരിയബിൾ അല്ല, അത് അവിടുത്തെ ഫങ്ഷൻ ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഇൻസൈഡ് ഫങ്ഷൻ ഉണ്ട്. ഇവിടുത്തെ ഇൻസൈഡ് ഫങ്ഷൻ ആണ് y. ഔട്ട്സൈഡ് ഫങ്ഷൻ സൈൻ ആണ്. അപ്പൊ ഇൻസൈഡ് ഫങ്ഷനും ഔട്ട്സൈഡ് ഫങ്ഷനും ഉണ്ടെങ്കിൽ അതെന്താവും? കോമ്പോസിറ്റ്. രണ്ട് ഫങ്ഷൻസ് കൂടിച്ചേരുമ്പോൾ, ഔട്ട്സൈഡ് ഫങ്ഷനും ഇൻസൈഡ് ഫങ്ഷനും കൂടിച്ചേരുമ്പോൾ അതാരാവും? കോമ്പോസിറ്റ് ഫങ്ഷൻ ആവും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ഇത്രയും മനസ്സിലാക്കണം ആദ്യം. ഇവിടെ ഇത് ബേസിക് ഫങ്ഷൻ ആയിരുന്നു. പക്ഷേ ഇവിടെ നോക്ക്, ഇവിടെ താഴെ കിടക്കുന്ന ആള് വേറെ, അകത്ത് കിടക്കുന്ന ആള് വേറെ. അപ്പൊ മനസ്സിലാക്കണം, അത് അകത്ത് വേറൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പൊ അത് കോമ്പോസിറ്റ് ഫങ്ഷൻ ആവും. ഇനി ബാക്കി കോമ്പോസിറ്റ് ഫങ്ഷൻ നമ്മൾ എങ്ങനെയാണോ ചെയ്യുക അതുപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നമ്മളിത് ചെയ്യുമ്പോൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് എന്തായിരുന്നു? ഡെറിവേറ്റീവ് ഓഫ് ഔട്ട്സൈഡ് ഫങ്ഷൻ ഇൻറ്റു d/dx ഓഫ് ഇൻസൈഡ് ഫങ്ഷൻ. എന്നിട്ട് നമ്മൾ പറയാറുണ്ട് ഇൻസൈഡ് ഫങ്ഷനെ എന്ത് പേര് കൊടുക്കണം? u എന്ന് പേര് കൊടുക്കണം. അപ്ലൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇൻസൈഡ് ഫങ്ഷൻ, അവിടുത്തെ ഇൻസൈഡ് ഫങ്ഷൻ ആണ് y. അയാൾക്ക് എന്ത് ഇൻസൈഡ് ഫങ്ഷന് നമ്മൾ u എന്ന് പേര് കൊടുക്കാറുണ്ട്. അപ്പൊ ഔട്ട്സൈഡ് ഫങ്ഷൻ ആരാവും എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഔട്ട്സൈഡ് ഫങ്ഷൻ ആരാവും? സൈൻ u. ഇനി ഫോർമുല നോക്കുക. ഡെറിവേറ്റീവ് ഓഫ് ഔട്ട്സൈഡ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ u. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. അങ്ങനെയാണെങ്കിൽ സൈൻ യുവിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് യു. തീർന്നില്ലല്ലോ. ഇൻറ്റു d/dx ഓഫ് ഇൻസൈഡ് ഫങ്ഷൻ. ആരാ ഇവിടുത്തെ ഇൻസൈഡ് ഫങ്ഷൻ? ആരാ? y. y ആണ് ഇവിടുത്തെ ഇൻസൈഡ് ഫങ്ഷൻ. അപ്പൊ ഇൻറ്റു d/dx ഓഫ് ഇൻസൈഡ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ d/dx ഓഫ് y. പിന്നെ ഇവിടെ u എന്ന് എഴുതരുത്. ഇവിടുത്തെ u ആരാ? y ആണ്. അപ്പൊ ഇവിടെ എഴുതേണ്ടത് y എന്നാണ്. കഴിഞ്ഞു. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ ഈക്വൽ ടു കോസ് y ഇൻറ്റു കോസ് y ഇൻറ്റു ഈ ഡോട്ട് കാണിക്കുന്നത് ഇൻറ്റു ആണ് കേട്ടാ. കോസ് y ഇൻറ്റു dy/dx. ഇത് ശ്രദ്ധിച്ചോളോ. ഇവിടെ പലരും ഇതൊന്നും ഓർക്കാറില്ല.
അതുകൊണ്ട് തന്നെ ഈ ഭാഗമൊന്നും പലരുടെയും ആൻസറിൽ വരാറില്ല. പക്ഷെ അങ്ങനെ തെറ്റരുത്, അറിഞ്ഞ് പഠിക്കുക. ഏതാണ് ബേസിക് ഫംഗ്ഷൻ, ഏതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് അറിഞ്ഞ് പഠിച്ചോളൂ. നമുക്കൊരു പോയിന്റ് ഇവിടെ പഠിക്കാം. രണ്ടാമത്തെ പോയിന്റ് ഇത് കണ്ടോ. എന്താണ് ഡി ബൈ ഡി വൈ? ആള് മാറി. ഇവിടെ എങ്ങനെയായിരുന്നു? ഡി ബൈ ഡി എക്സ്. ഇവിടെ ഡി ബൈ ഡി വൈ ഓഫ് സൈൻ വൈയും ഡി ബൈ ഡി വൈ ഓഫ് സൈൻ എക്സും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് അറിയണം. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരാള് ബേസിക് ഫംഗ്ഷൻ ആണ്, മറ്റേ ആള് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ഇതാണ് ബേസിക് ഫംഗ്ഷൻ, ഇയാളാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഇതിവിടെ പഠിച്ചോട്ടാ. ഇതേപോലെ പറയുകയാണെങ്കിൽ വൈൽ റൈറ്റിംഗ് ഇവിടെ എങ്ങനെയാ വന്നേ? ഡി ബൈ ഡി വൈ. ഡി ബൈ ഡി വൈ എന്ന് എഴുതുമ്പോ നേരത്തെ പറഞ്ഞ തന്നെ താഴെ കിടക്കുന്ന ആളാണ് എപ്പോഴും വേരിയബിൾ. ഇവിടെ ആരാ താഴെ കിടക്കണേ? വൈ ആണ് താഴെ കിടക്കണേ. അപ്പോ വൈ ഈസ് ദ വേരിയബിൾ. അപ്പൊ മറക്കരുത്, ഡി ബൈ ഡി വൈ എന്ന് എഴുതുമ്പോ താഴെ ആരാണോ കിടക്കണേ അതാണ് വേരിയബിൾ. ഇവിടെ താഴെ വൈ ആണ്, അതുകൊണ്ട് വൈ ഈസ് ദ വേരിയബിൾ. അപ്പൊ ഇവിടെ നോക്ക്, ഈ ചോദ്യത്തില് വേരിയബിൾ ആരാ? താഴെ കിടക്കുന്ന വൈ. അയാള് തന്നെയാണ് അകത്തും. അപ്പൊ ഇവിടെ താഴെ കിടക്കുന്ന ആള് തന്നെ അകത്ത് വന്നാൽ അത് ബേസിക് ഫംഗ്ഷൻ. ഓർക്കാൻ വേണ്ടി അങ്ങനെ പഠിച്ചോ. താഴെ കിടക്കുന്ന ആള് തന്നെ അകത്ത് വന്നാൽ അത് ബേസിക് ഫംഗ്ഷൻ ആവും. അതല്ല താഴെ കിടക്കുന്ന ആള് വേറെ അകത്തുള്ള ആള് വേറെ ആണെങ്കിൽ, ഓർക്കാൻ വേണ്ടി അതാണ് എളുപ്പം. ഒന്നുകൂടെ, താഴെ കിടക്കുന്ന ആള് വേറെ അകത്തുള്ള ആള് വേറെ ആണെങ്കിൽ അപ്പൊ അതാരാവും? കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഇങ്ങനെ പഠിച്ചാൽ ഓർക്കാൻ എളുപ്പമാണ് കേട്ടാ. ഒന്നുകൂടെ പറയുന്നു, താഴെ കിടക്കുന്ന ആള് വേറെ അകത്തുള്ള ആള് വേറെ ആണെങ്കിൽ, ഇവിടെ നോക്കുക, ഇവിടെ താഴെ വൈയും അകത്താര എക്സും ആണ്. അപ്പൊ അതെന്താവും ഓർക്കുക? കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആവും എന്ന് ഓർക്കുക. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെ താഴെ കിടക്കുന്ന ആള് വേറെ അകത്ത് കിടക്കുന്ന ആള് വേറെ ആയാൽ എന്താവും? കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആവും എന്ന് ഓർക്കുക. ഓക്കെ, ഇനി ഡി ബൈ ഡി വൈ സൈൻ വൈ എന്ത് ഫംഗ്ഷൻ? അത് ബേസിക് ഫംഗ്ഷൻ. അപ്പൊ അതിന്റെ ഉത്തരം വരിക കോസ് വൈ. ഇവിടെ വൈ ആണ് വേരിയബിൾ, അതുകൊണ്ടാണ് ആൻസറും എന്തായ കോസ് വൈ. ഇനി അങ്ങോട്ട് പോവാ. ഇതെന്ത് ഫംഗ്ഷൻ എന്നൊക്കെ ഒരുപാട് പറഞ്ഞാണ്. എന്ത് ഫംഗ്ഷനാ? കോമ്പോസിറ്റ് ഫംഗ്ഷൻ. അപ്പൊ എന്താ ഫോർമുല? ഡെറിവേറ്റീവ് ഓഫ് ഔട്ട്സൈഡ് ഫംഗ്ഷൻ ഇൻടു ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻസൈഡ് ഫംഗ്ഷൻ. ഇവിടുത്തെ ഇൻസൈഡ് ഫംഗ്ഷൻ ആണ് എക്സ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യാറ്? ഇൻസൈഡ് ഫംഗ്ഷനെ നമ്മളൊരു പേര് വിളിക്കാറുണ്ട്. എന്താ പേര് വിളിക്കാറ്? യു. അപ്പൊ എക്സ് എന്ന ഇൻസൈഡ് ഫംഗ്ഷന് നമുക്ക് യു എന്ന് പേര് വിളിക്കാം. അപ്പൊ ഔട്ട്സൈഡ് ഫംഗ്ഷൻ എന്താവും? സൈൻ യു. ഔട്ട്സൈഡ് ഫംഗ്ഷൻ എന്താവും? സൈൻ യു. ഇനി ഫോർമുല അപ്ലൈ ചെയ്യാം. ഡെറിവേറ്റീവ് ഓഫ് ഔട്ട്സൈഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ യു. സൈൻ യുവിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് യു. കാരണം സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. അങ്ങനെയാണെങ്കിൽ സൈൻ യുവിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് യു. പക്ഷെ യു എന്ന് എഴുതരുത്. ഇവിടെ യു ആരാ? എക്സ് ആണ്. അപ്പൊ അങ്ങനെ തന്നെ എഴുതാം. അപ്പൊ കോസ് എക്സ് ഇൻറ്റു ഡി ബൈ
d/dy ആണ് ഈ ചോദ്യത്തിൽ കേട്ടാ. അപ്പൊ അങ്ങനെ തന്നെ ഇൻറ്റു d/dy ഓഫ് ഇൻസൈഡ് ഫംഗ്ഷൻ. ഇവിടുത്തെ ഇൻസൈഡ് ഫംഗ്ഷൻ ആരാ? എക്സ് ആണ്. ഇതാ എക്സ് ആണ് ഇൻസൈഡ് ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ തെറ്റിക്കരുത്. നമ്മുടെ ചോദ്യത്തിനനുസരിച്ചിട്ട് വേണം ഇവിടെ എഴുതാൻ. ചോദ്യത്തിൽ എങ്ങനെയാ? d/dy ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതേണ്ടതും എങ്ങനെയാ? d/dy ഓഫ് ഇൻസൈഡ് ഫംഗ്ഷൻ. ഇവിടുത്തെ ഇൻസൈഡ് ഫംഗ്ഷൻ ആണ് എക്സ് ഈക്വൽ ടു cos x ഇൻറ്റു dx/dy. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും ബേസിക് ഫംഗ്ഷനും കോമ്പോസിറ്റ് ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റാറില്ല. പക്ഷെ ഇത് പഠിച്ചാൽ മതി. ഈ പറഞ്ഞ 2 പോയിന്റും പിന്നെ ഇവിടെ 4 എക്സാമ്പിൾ ഉണ്ട്. ഇതാ 1 2 3 4. ഇത് വൃത്തിയായിട്ട് പഠിച്ചാൽ ഇങ്ങനെ വരുമ്പോൾ ബേസിക് ആരാ കോമ്പോസിറ്റ് ആരാന്ന് നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ പഠിച്ചോളൂ കേട്ടാ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബൈ.